ഒരാവശ്യമില്ലെങ്കിലും ഒരു കേക്കിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി പിൻട്രസ്റ്റിൽ കുറച്ച് ഫോട്ടോസൊക്കെ തപ്പി നോക്കും. എന്നിട്ട് അതൊക്കെ സേവ് ചെയ്ത് വെക്കും. കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ ചിലപ്പോൾ ഞാൻ എടുത്ത് നോക്കുകയില്ല. പകരം ഞാൻ എൻ്റെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടാവും ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തവണ എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഒരു കേക്കിൽ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ഡിസൈൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഈ ഒരു കേക്കിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കിൻ്റെ ഐസിങ് കഴിഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്പൂണിൽ ഞാൻ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കളർ കുറവ് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഗനാഷ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യമൊന്നും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം ഞാൻ ചെയ്ത് കുറച്ച് ഓവറാക്കിയെന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സൈഡിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ചെയ്ത് കൊടുത്തു. പേര് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അത് വളരെ സിമ്പിൾ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബട്ടർഫ്ലൈയും കൂടി സൈഡിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഒരു ഡിസൈൻ എനിക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ.